മലയാളികളുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് മമ്മൂട്ടി. അതുപോലെ മലയാളികളുടെ പ്രിയപ്പെട്ട താരകുടുംബം തന്നെയാണ് മമ്മൂട്ടിയുടെ കുടുംബം. മകൻ ദുൽഖർ സൽമാൻ സിനിമയിൽ എത്തിയില്ലായിരുന്നുവെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രനായിരുന്നേനെ ദുൽഖർ സൽമാൻ. ഇപ്പോഴിതാ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സുൽഫത്തിൻ്റെ ഒരു വീഡിയോ തന്നെയാണ്. മമ്മൂക്കയുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വിവാഹത്തിന് ക്ഷണം സ്വീകരിച്ച് സുൽഫത്ത് എത്തിയപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം സിമ്പിൾ ലുക്കിലാണ് സുൽഫത്ത് എത്തിയത്. എന്നാൽ അതിനേക്കാൾ സിമ്പിളായി മമ്മൂട്ടി ഒരു സാധാരണ ഭർത്താവിനെ പോലെ സുൽഫത്തിനെ സംരക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരെല്ലാവരും ഒരു വലിയ താരങ്ങളാണ് എന്നും അല്ലെങ്കിൽ താര കുടുംബമാണ് വന്നതെന്ന് കണ്ടാൽ തോന്നുന്നില്ലല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂട്ടി തൻ്റെ ഭാര്യയെ അത്രമാത്രം സ്നേഹത്തോടെയാണ് നോക്കുന്നത് എന്ന് തന്നെ പറയുന്നു. കൃത്യമായി എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെ കാണുകയും ചെയ്യുന്നത്. സുൽഫത്തിൻ്റെ ലുക്കിനെ കുറിച്ചാണ് ആദ്യം പ്രേക്ഷകർ പറയുന്നത്. ഒരു സിമ്പിൾ സാരി, പട്ടുസാരിയോ അല്ലെങ്കിൽ തിളങ്ങുന്ന സാരിയോ ഒന്നുമല്ല, സാധാരണ ഒരു പ്ലെയിൻ സാരി. ആ സാരിക്ക് ചേരുന്ന രീതിയിലെ മാലയും മറ്റ് ആഭരണങ്ങളുമെല്ലാം, അതെല്ലാം തന്നെ ശ്രദ്ധിച്ചാണ് പ്രേക്ഷകർ നിൽക്കുന്നത്. സുൽഫത്തിന് കഴിയുന്നത് പോലെ തന്നെ സുൽഫത്ത് ഒരുങ്ങിയെത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. കല്ലുമാലയിട്ട് ഒഴുക്കൻ സാരിയിൽ സുന്ദരിയായിട്ടാണ് സുൽഫത്ത് എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ വളരെയധികം സൗന്ദര്യത്തോടെയാണ് സുൽഫത്ത് നിൽക്കുന്നത്. എന്നാൽ വളരെ പ്രയാസത്തോടെയാണ് നടന്ന് വേദിയിലേക്ക് കയറുന്നത്. അത്ര തിരക്കായിരുന്നു. എന്നാൽ സ്വയമേ ആരോഗ്യം പോലും നോക്കാതെ മമ്മൂട്ടി ഭാര്യയെ ശ്രദ്ധിക്കുന്നതാണ് കാണുന്നത്. ആരും മുട്ടി തട്ടി ഇടാതിരിക്കാനും വീഴ്ത്താതിരിക്കാനും വേണ്ടി മമ്മൂട്ടി പ്രത്യേകം സുൽഫത്തിനെ ശ്രദ്ധിക്കുന്നത് വീഡിയോയിൽ കാണാം. സുൽഫത്തിന് പരിഗണന കൊടുത്ത് മുന്നിലേക്ക് കയറ്റിവിടുന്നതും കാണാം. ഇതെല്ലാം തന്നെ മമ്മൂട്ടിയുടെ സ്നേഹപ്രകടനങ്ങളാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. എപ്പോഴും ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെയാണ് ദുൽഖർ സൽമാനും. അമാലിനെ കയറ്റിയതിന് ശേഷമോ അല്ലെങ്കിൽ അമാലിന് പ്രാധാന്യം കൊടുത്തതിന് ശേഷം മാത്രമേ ദുൽഖറും വേദിയിലേക്ക് കയറാറുള്ളൂ. ഇത് ദുൽഖർ എവിടെ കണ്ടാണ് പഠിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായോ? പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ദുൽഖറിനത് വാപ്പച്ചിയുടെ അടുത്ത് നിന്ന് കിട്ടിയതും കണ്ടതുമൊക്കെയാണ്. വാപ്പച്ചി എങ്ങനെയാണ് സ്വന്തം ഉമ്മയെ നോക്കുന്നത് എന്ന് ദുൽഖർ നോക്കിയിരിക്കും. അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്തത് തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം സ്നേഹത്തിൽ അത് പ്രകടിപ്പിക്കാനാകുന്നതും. ദുൽഖറിനെ അമാലിനോട് കാണിക്കുന്ന സ്നേഹം പൊതുവെ യുവതലമുറ ഏറ്റെടുക്കാറുണ്ട്. ഇതുപോലെയാണ് ദുൽഖർ സൽമാൻ ഭാര്യയെ സ്നേഹിക്കുന്നതെന്നും ഇതുപോലെ സ്നേഹിക്കപ്പെടാൻ ഭാഗ്യം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല റീലുകളും ഇതിനു മുൻപും വൈറലായിട്ടുമുണ്ട്. അതെല്ലാം തന്നെ ദുൽഖർ പഠിക്കുന്നത് ഇപ്പോൾ വാപ്പച്ചിയുടെ അടുത്ത് നിന്നാണെന്ന് മനസ്സിലായെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.